Welcome back to our English classroom. Today we are going to discuss the poem The Owl and the Pussycat. Okay, open to page 45 and be ready with your textbook. This poem, The Owl and the Pussycat, is written by Edward Lear. The Owl and the Pussycat is considered as one of the best nonsense poems of all times. എല്ലാ കാലത്തെയും ഒരു ബെസ്റ്റായിട്ടുള്ള നോൺസെൻസ് പോയം എന്നാണ് ഈ പോയത്തെ അറിയപ്പെടുന്നത്. എന്താണ് നോൺസെൻസ് പോയം എന്ന് പറഞ്ഞാൽ? നോൺസെൻസ് എന്നുള്ളൊരു മീനിങ് എന്താണ്? അർത്ഥമില്ലാത്ത ചൊല്ല്, വിഡ്ഢിത്തം പറയുന്നത് അല്ലേ, നോൺസെൻസ് പോയം. നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ മനസ്സിലാവും പ്രത്യേകിച്ച് ഒരു അർത്ഥം നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്നൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനൊരു നോൺസെൻസ് പോയം എന്ന് പറയുന്നത്. ഓക്കെ, ചില വേർഡ്സ് തന്നെ അതിനൊരു പ്രത്യേക മീനിങ്സ് ഒന്നും ഇല്ലാത്ത വേർഡ്സ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എഡ്വേർഡ് ലിയറിൻ്റെ മാത്രമായിട്ടുള്ള വേർഡ്സാണത്. അതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഡിക്ഷണറിയിൽ പോലും ഇല്ല. ഡിക്ഷണറിയിലും എഡ്വേർഡ് ലിയർ ഉപയോഗിച്ചൊരു വേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോമാണ് ഈ ദ ഔൾ ആൻഡ് ദ പുസ്സിക്കാറ്റ് എന്നുള്ളത്. The owl and the pussycat went to sea in a beautiful pea green boat. They took some honey and plenty of money wrapped up in a 5-pound note. The owl looked up to the stars above and sang to a small guitar. Oh lovely kitty, oh kitty my love, what a beautiful kitty you are, you are, you are. What a beautiful kitty you are. First two lines എന്താ പറയുന്നത്? The owl and the pussycat went to sea in a beautiful pea green boat. Where did they go? They went to sea. കടലിൽ പോയി. in a beautiful pea green boat. അവരുടെ യാത്ര തിരിച്ചത് അവരെന്തിലായിരുന്നു? in a beautiful pea green boat. Okay, they took some honey and plenty of money wrapped up in a 5-pound note. എന്തൊക്കെയാണ് അവർ കയ്യിലെടുത്തത്? they took some honey and plenty of money. ധാരാളം പണം. എന്തിലാണ് ചുറ്റിയതെന്ന് നോക്കിക്കേ. റാപ്ഡ് അപ്പ്, ചുറ്റി. എന്തിൽ? എൻ എ 5-pound നോട്ട്. ഒരു 5 പൗണ്ട് നോട്ടിൻ്റെ ഒരു നോട്ടിൽ തന്നെയാണ് അവർ ഈ മണി ചുറ്റി വെച്ചതും. ഓക്കെ, നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നോൺസെൻസ് പോം ആണെന്ന് അല്ലേ. ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി റാപ്ഡ് അപ്പ് ഇൻ എ 5-pound നോട്ട്. ഓക്കെ, ദ ഔൾ ലുക്ക്ഡ് അപ്പ് ടു ദ സ്റ്റാർസ് എബവ് ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. അവൾ എന്താ ചെയ്യുന്നത്? സ്റ്റാർസ് നോക്കിയിട്ട് പാട്ട് പാടുന്നു. എന്താണ് പാടുന്നത്? ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ, യു ആർ, യു ആർ, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹമാണ് ദ ലവ് ബിറ്റ്വീൻ ദ ഔൾ ആൻഡ് പുസി ക്യാറ്റ്. അതാണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ വരുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ദ ഔൾ ലുക്ക്ഡ് അപ്പ് ടു ദ സ്റ്റാർസ് അബവ് ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ, യു ആർ, യു ആർ, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ മനസ്സിലായാലോ എല്ലാവർക്കും? നന്നായിട്ട് വായിച്ചു നോക്കുക. അത് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. The kitty said to the owl, "You elegant fowl, how charmingly sweet you sing. Oh, let's be married. Too long we have tarried. But what shall we do for a ring?" They sailed away for a year and a day to the land where the bong tree grows, and there in a wood a piggy wig stood, with a ring at the end of his nose, his nose, his nose, with a ring at the end of his nose. സെക്കൻഡ് സ്റ്റാൻസ എന്താണെന്ന് നോക്കാം. ദ കിറ്റി സെഡ് ടു ദ ഔൾ, യു എലഗൻറ്റ് ഫൗൾ, ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിങ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഔള് പറയുന്നു അല്ലേ. അപ്പോൾ കിറ്റി അതിന് മറുപടി പറയാണ്. യു എലഗൻറ്റ് ഫൗൾ, യു എലഗൻറ്റ് മീൻസ് വെരി അട്രാക്റ്റീവ്, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫൗൾ ബേർഡ്. യു എലഗൻറ്റ് ഫൗൾ, ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിങ്. പാട്ടിനെ കുറിച്ച് പറയുന്നത് ഹൗ ബ്യൂട്ടിഫുള്ളി യു സിങ്, how charmingly sweet you sing. Oh, let us be married. Too long we have tarried. Let us be married. നമ്മൾ കുറേ കാലമായല്ലോ. Too long we have tarried. Tarried means waited. കുറേ കാലമായി നമ്മൾ കാത്തിരിക്കും, നമുക്ക് മാരി ചെയ്താലോ. Let us be married. Too long we have tarried. But what shall we do for a ring? കല്യാണം കഴിക്കണമെങ്കിൽ അതിൽ മോതിരം ഇടണം അല്ലേ. ബട്ട് വാട്ട് ഷാൽ വി ഡു ഫോർ എ റിംഗ്? ഒരു റിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഷാൽ വി ഡു ഫോർ എ റിംഗ്? ദേ സെയിൽഡ് അവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ
to the land where the bong tree grows. And there in a wood a piggy wig stood, with a ring at the end of his nose. His nose with a ring at the end of his nose. മനസ്സിലായോ എന്തെങ്കിലും? They sailed away for a year and a day to the land where the bong tree grows. അവർ ഒരു വർഷവും ഒരു ദിവസവും sailed away means കടലിലൂടെയുള്ള യാത്ര. കടലിലൂടെ ബോട്ടിലാണ് അവർ യാത്ര ചെയ്യണത് അല്ലേ? എന്ത് ബോട്ടിൽ? പീ ഗ്രീൻ ബോട്ടിലാണ് അവർ യാത്ര ചെയ്യുന്നത്. നോൺസെൻസ് പോയം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ ഈ ഓരോ ഈവൻറ്റ് കാണുമ്പോൾ. ദേ സെയിൽഡ് അവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ ടു ദ ലാൻഡ് വേർ ദ ബോങ് ട്രീ ഗ്രോസ്. ബോങ് ട്രീ എന്ന് പറയുന്ന ഒരു മരം വളരുന്ന ലാൻഡിലേക്കാണ് അവരുടെ യാത്ര. ഈ ബോങ് ട്രീ മെൻഷൻ ചെയ്തിരിക്കുന്നത് എഡ്വേർഡ് ലെയർ കണ്ടെത്തിയ ചില വേർഡ് അല്ലെങ്കിൽ ചില പേരുകളാണ്. And there in a wood a piggy wig stood, with a ring at the end of his nose. അവിടെ ഒരു മരത്തിൽ ഒരു പിഗുണ്ട്. ആ പിഗിൻ്റെ മൂക്കിൽ എന്തുണ്ട്? മൂക്കിൻ്റെ അറ്റത്ത് എന്തുണ്ട്? ഒരു റിങ് ഉണ്ട്. ആ റിങ് എടുക്കാനാണ് ഇവരുടെ യാത്ര. മനസ്സിലായോ? They sailed away for a year and a day to the land where the bong tree grows, and there in a wood a piggy wig stood, with a ring at the end of his nose. മൂക്കിൻ്റെ അറ്റത്ത് with a ring at the end of his nose with a ring at the end of his nose. Okay, നന്നായിട്ട് അതും കൂടി വായിച്ചു നോക്കാം. Dear pig, are you willing to sell for 1 shilling your ring? said the piggy. I will. So they took it away and were married next day by the turkey who lives on the hill. They dined on mince and slices of quince, which they ate with a runcible spoon, and hand in hand on the edge of the sand they danced by the light of the moon. They danced by the light of the moon. Okay, എന്താ ഇവിടെ ചോദിക്കുന്നത്? Dear pig, are you willing to sell for 1 shilling your ring? said the piggy. I will. Okay, ഇവർ റിങ് ചോദിക്കുക. നമ്മൾ പറഞ്ഞു എൻഡ് ഓഫ് ദ നോസ് എന്തുണ്ട്? റിങ് ഉണ്ട് അല്ലേ? ആ റിങ് ചോദിക്കുകയാണ്. ഡിയർ പിഗ്, ആർ യു വില്ലിങ് ടു സെൽ? വിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണോ? ഫോർ 1 shilling. ഷില്ലിങ് ഉദ്ദേശിക്കുന്ന ഒരു യൂണിറ്റ്, അവിടുത്തെ പണത്തിൻ്റെ ഒരു യൂണിറ്റ്. ഓക്കെ, ഒരു 1 shillingന് നിങ്ങൾ റിങ് തരാമോ? ആർ യു വില്ലിങ് ടു സെൽ ഫോർ 1 shilling യുവർ റിങ്? സെഡ് ദ പിഗ്ഗി. ഐ വിൽ. തരാം അല്ലേ? സോ ദേ ടുക്ക് ഇറ്റ് അവേ ആൻഡ് വർ മാരീഡ് നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം അവർ മാരേജ് ചെയ്തു. ബൈ ദ ടർക്കി ഹു ലീവ്സ് ഓൺ ദ ഹിൽ. ആരാണ് അവരുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്തത്? ദ ടർക്കി, കോഴി അല്ലേ? പിന്നെ ടർക്കി കോഴി കേട്ടിട്ടില്ലേ? ബൈ ദ ടർക്കി ഹു ലീവ്സ് ഓൺ ദ ഹിൽ. അപ്പോൾ മാരേജ് പ്രിസൈഡിങ് ഓവർ, അല്ലെങ്കിൽ ദ വെഡിങ് ഫംഗ്ഷൻ പ്രിസൈഡിങ് ഓവർ ബൈ ദിസ് ടർക്കി. ഓക്കെ, ബൈ ദ ടർക്കി ഹു ലീവ്സ് ഓൺ ദ ഹിൽ. ഇനി എന്താ അവർ കഴിച്ചത്? ദ ഡൈൻഡ് ഓൺ മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വിൻസ്. ക്വിൻസ് മീൻസ് ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, മിൻസ് മീൻസ് ചെറിയ കഷ്ണങ്ങൾ, പിന്നെ സ്ലൈസസ് പീസസ്. സ്ലൈസസ് എന്ന് പറഞ്ഞാൽ ചെറിയ പീസിനെ തന്നെയാണ്. അപ്പോൾ ദ ഡൈൻഡ് ഓൺ മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വിൻസ്. ക്വിൻസ് എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ ചെറിയ പീസസാണ് അവർ ഇവരുടെ മാരേജ് ഫങ്ഷൻ്റെ ഫുഡ്. വിച്ച് ദേ എയ്റ്റ് വിത്ത് എ റൺസിബിൾ സ്പൂൺ. എന്തുകൊണ്ടാണ് അവർ കഴിച്ചത്? റൺസിബിൾ സ്പൂണും കൊണ്ടാണ്. ഈ റൺസിബിൾ എന്നുള്ള വേർഡൊക്കെ നമ്മുടെ എഡ്വേർഡ് ലെയർ കണ്ടുപിടിച്ച വേർഡ്സാണ്. അതിന് പ്രത്യേകിച്ച് മീനിങ്സ് ഒന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 pronged fork curved like a spoon and having a cutting edge. ഓക്കെ, ഒരു തരം സ്പൂണും കൊണ്ട് അവരത് കഴിച്ചു. ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ് ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അപ്പോൾ അവർ പിന്നെ ഡാൻസ് ചെയ്ത ടൈം എന്താണെന്ന് നോക്കും? ഈവനിങ് ടൈമാണ് അല്ലേ? മൂണൊക്കെ വന്ന രാത്രി സമയത്താണ്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് അതിൻ്റെ താഴെയുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ.